വയനാട് കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഫോറസ്റ്റ് വാച്ചർ മരിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും പോൾ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മിഥില ബാലൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മിഥില, ഗുരുതരമായ പരിക്കുകളായിരുന്നോ? എന്താണ് ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? വേണു, അതീവ ഗുരുതര പരിക്കുകളോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ച് ഉടൻ തന്നെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോഴിക്കോട് 11:15 കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് ഇത്തരത്തിൽ അദ്ദേഹത്തെ ഇങ്ങോട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്വീകരിക്കണം എന്ന ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടായിരുന്നത്. അത് പ്രകാരം ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാ വിഭാഗം ഡോക്ടർമാരെയും സജ്ജീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്തിച്ചു കുറച്ചു സമയം കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്നായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹത്തെ ഇങ്ങോട്ട് എത്തിച്ചത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇവിടുത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എല്ലാ വകുപ്പ് മേധാവികളും ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. അവരുടെ ഒരു ശ്രമം അവർ 11:15 ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 11:15 കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന് ഇത്തരം ഒരു അറിയിപ്പ് ലഭിക്കുന്നത്. ഇങ്ങനെ ഒരു ആളെ ഇങ്ങോട്ട് എത്തിക്കുന്നുണ്ട്, അടിയന്തരമായ എല്ലാ നടപടികളും സ്വീകരിക്കണം. അതിനെ തുടർന്നാണ് പിന്നീട് വളരെ വേഗത്തിൽ നമ്മൾ കണ്ടതാണ് പോലീസിൻ്റെ എസ്കോർട്ട് കൂടി ആംബുലൻസ് ഇങ്ങോട്ട് എത്തുന്നു. ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം ഫുൾ സജ്ജമായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ കുറുവ ദ്വീപിലെ താൽക്കാലിക വാച്ചർ കൂടിയായ പോളിന് കാട്ടാനയുടെ ഒരു ആക്രമണം നേരിടേണ്ടി വന്നത്. നമുക്ക് ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു ചുമതല, ഈ ഒരു ഏകോപൻ നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. സർ, എന്തായിരുന്നു ഇവിടെ എത്തുമ്പോൾ പോളിൻ്റെ അവസ്ഥ? ഇന്ന് 3 മണിയോടെയാണ് എത്തിയത്. രാവിലെ 11 മണിക്ക് അവിടുന്ന് വയനാട്ടിൽ നിന്ന് മെസ്സേജ് വന്നതനുസരിച്ച് നമ്മൾ ഇവിടുത്തെ മെഡിക്കൽ കോളേജിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. കാർഡിയോളജി, സർജറി, ഫിസിഷ്യൻ, ഓർത്തോ, ഈവൻ എല്ലാ PG ഡോക്ടേഴ്സ് സഹിതം ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ പേഷ്യൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ഏതാണ്ട് 3:25 മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഡോക്ടർമാർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമം ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻക്വസ്റ്റ് തയ്യാറാക്കണം. FIR തയ്യാറാക്കുന്ന ഈ ജില്ലയല്ല, വയനാട് ജില്ല ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ക്രൈസിസ് നീക്കുകയാണ്. അതിപ്പോൾ ഉടനെ പരിഹരിക്കും. പരമാവധി ചെയ്യാൻ പറ്റുന്ന കൈകാര്യങ്ങൾ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ഭരണകൂടത്തിൽ നിന്നുള്ള ഞാൻ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. രാവിലെ 9 മണിക്കാണ് ഇദ്ദേഹം ജോലിക്ക് പോകുന്ന സമയത്ത് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽപ്പെട്ടത്. പിന്നീട് കാട്ടാനക്കൂട്ടത്തെ കണ്ട് ഓടുന്നതിനിടെ വീഴുകയായിരുന്നു. അതിൽ ഒരു കാട്ടാന ഇദ്ദേഹത്തെ ആക്രമിച്ചതാണ്. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഗുരുതരമായ പരിക്കുണ്ടായത്. ആദ്യം മാനന്തവാടി ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നത്. മാനന്തവാടി ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. കോഴിക്കോട്ടേക്ക് മെഡിക്കൽ കോളേജിലെത്തി 5 മിനിറ്റിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുകയായിരുന്നു. വേണു, മിഥില ബാലനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേർന്നത്. ഇപ്പോൾ സുർജിത്ത് അയ്യപ്പത്തും വയനാട്ടിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എപ്പോഴായിരുന്നു ഈ ജീവനക്കാരന് പരിക്കേറ്റത്? ഈ കുറുവ ദ്വീപ് എന്ന് പറയുന്നത് ഇത്തരം കാട്ടാന ശല്യമുള്ള, അങ്ങനെ കാട്ടാന ആക്രമണമൊക്കെ നടക്കുന്നൊരു സ്ഥലമാണോ? വേണോ, ഇന്ന് രാവിലെ 9:30 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. 5 ദിവസത്തിന് ശേഷമാണ് പോൾ ജോലിക്ക് എത്തിയത്. ഇത് കുറുവ ദ്വീപ് എന്ന് പറയുന്നത് ഒരു ടൂറിസം കേന്ദ്രമാണ്. വനംവകുപ്പിന് കീഴിൽ ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്ന ഒരു കേന്ദ്രമാണ് കുറുവ ദ്വീപ്. ഏറെ നാളായി കടുവ പ്രശ്നവും അതോടൊപ്പം തന്നെ കരടി പ്രശ്നവും കാട്ടാന പ്രശ്നവും എല്ലാം തന്നെ നിരന്തരമുള്ള മേഖലയാണിത്. ഇതേ തുടർന്ന് ഈ വിനോദസഞ്ചാര കേന്ദ്രം ഈ ടൂറിസ്റ്റുകളെ പ്രവേശിപ്പിക്കാതെ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ നിരവധി പേർ ഈ വിവരമറിയാതെ വരുന്നുണ്ട്. അവരെ ഈ പുതിയ മോഴയാന ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ, അതായത് ബേലൂർ മക്കന ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ആളുകളെ തിരിച്ചുവിടുന്നത്. പ്രത്യേകിച്ച് നിരോധനാജ്ഞ നിലനിൽക്കുന്ന മേഖലയാണിത്. അതുകൊണ്ട് തന്നെയാണ് ആളുകളെ മുഴുവൻ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ചെറിയമല ജംഗ്ഷനിലേക്ക് ഇദ്ദേഹം പാക്കം സ്വദേശിയായിട്ടുള്ള പോൾ എത്തുന്നത്. ഇന്ന് രാവിലെ 9:30 ഇദ്ദേഹം എത്തി. 9:30 എത്തിയ ശേഷം ഈ വാഹനങ്ങൾ തിരിച്ചുവിടുകയായിരുന്നു. ഇതിനിടയിലാണ് കാട്ടാന വന്നത്. കാട്ടാന ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഇദ്ദേഹത്തെ നേരെ മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മാനന്തവാടി മെഡിക്കൽ കോളേജിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കി. ഇതിനുശേഷമാണ് ആന്തരിക രക്തസ്രാവമുള്ള കാര്യം വ്യക്തമായത്. നട്ടെല്ലിന് ഗുരുതരമായ പരിക്കുണ്ട്. അതോടൊപ്പം തന്നെ വാരിയൽ ഒടിഞ്ഞ നിലയിലായിരുന്നു. ആന്തരിക രക്തസ്രാവം, ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടു.
പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ മാറ്റാനുള്ള നീക്കം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. വനം മന്ത്രി നേരിട്ട് ഇടപെട്ടു. ഈ എയർ ആംബുലൻസ് വഴി എത്തിക്കാനുള്ള നീക്കമാണ് നടത്തിയത് ആദ്യഘട്ടത്തിൽ. പക്ഷേ കോയമ്പത്തൂരിൽ നിന്നെത്തിയ എയർ ആംബുലൻസിൽ അത്തരം സൗകര്യം ഉണ്ടായിരുന്നില്ല. അതായത് ഈ ഹെലികോപ്റ്ററിൽ അത്തരം സൗകര്യം ഉണ്ടായിരുന്നില്ല. മാനന്തവാടി തലപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ എത്തിയതാണ്. ഹെലികോപ്റ്റർ എത്തിയ ശേഷം അതിന് മുമ്പായി തന്നെ ആംബുലൻസിൽ ICU ആംബുലൻസ് സജ്ജീകരിക്കുകയും ഇവിടെ നിന്ന് വേഗത്തിൽ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഇത്തരത്തിലൊരു ദുരന്ത വാർത്ത എത്തുന്നത്. എന്തായാലും വയനാട്ടിൽ അജീഷ് എന്ന ഒരു മനുഷ്യന്റെ ജീവൻ ഒരു മോഴയാന അപഹരിച്ച സംഭവത്തിന്റെ ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഒരാഴ്ചയാകുന്നു. ആ ഒരാഴ്ച 7 ദിവസമാകുന്നു. ഇതിനിടയിലാണ് മറ്റൊരു ദുരന്ത വാർത്ത കൂടി വയനാട്ടിൽ നിന്ന് വരുന്നത്. എന്തായാലും പോളിന്റെ മരണം വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം രണ്ടാമത്തെ മരണമാണ് ഒരാഴ്ചക്കിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഈ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്ത് വരികയായിരുന്നു. പ്രത്യേകിച്ച് ഈ കുറുവ ദ്വീപിൽ ആണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. ഇതിനിടയിൽ ഈ ആളുകളെ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി അവിടേക്ക് എത്തിയതായിരുന്നു. ഇതിനിടയിലാണ് ശരി. സുർജിത്ത് അയ്യപ്പത്തും മിഥില ബാലനുമാണ് വിശദാംശങ്ങൾ നൽകിയത്. കുറുവ ദ്വീപിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരൻ പോളിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 3:25 പോളിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു.